പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ച പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചു. പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിഷേധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ 100% വിജയമാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോടെയാണ് പാർലമെന്റ് അംഗണം ഇന്നുണർന്നത്. ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया. आतंकियों के आकाओं के घर में जाकर के 22 मिनट के भीतर भीतर ऑपरेशन सिंदूर के तहत उसको जमींदोज कर दिया गया. കൂട്ടക്കൊല നടത്തിയ പഹൽഗാം ഭീകരരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നായിരുന്നു രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ചോദ്യം. ये पहलगाम एंड ऑपरेशन सिंदूर के बारे में आपने जो दुनिया को बताया, हमको बताया, हिंदुस्तान के लोगों को बताया, उसकी बात कर रहा हूं. हमारे को इन्फॉर्मेशन तो देना चाहिए. हमारे से तो आपने मदद ली. 2 തവണ ചേർന്നപ്പോഴും പ്രതിഷേധത്തിൽ ലോക്സഭ മുങ്ങി. मांगते हो, सरकार जवाब देने को तैयार है. ये सदन है. नारेबाजी करने के लिए सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. NDA എംപിമാർക്ക് മാത്രമാണ് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം നൽകുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ പറ്റിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജ്യസഭാംഗമായി C. സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. മീഡിയ 1 ഡൽഹി.